കാന്തല്ലൂരിൽ കൃഷിയിടത്തിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ ഇന്ന് വനംവകുപ്പ് വനത്തിലേക്ക് തുരത്തും. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ആനകളെ തുരത്താൻ വനംവകുപ്പ് തീരുമാനിച്ചത്. ഈ കാന്തല്ലൂർ ഭാഗത്ത് കൃഷിയൊക്കെ ഒരുപാട് ഈ ആനകൾ നശിപ്പിച്ചു എന്ന വാർത്തയുണ്ട്. രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ വിജയൻ, ഈ മറയൂർ കാന്തല്ലൂർ ഭാഗത്തെ നല്ല കൃഷിയൊക്കെ കാട്ടാനക്കൂട്ടം തകർത്ത് കളഞ്ഞോ? SKN ആകെ കുറച്ച് നല്ല കൃഷിയുള്ള മേഖല എന്ന് പറയുന്നത് മറയൂർ കാന്തല്ലൂർ ഭാഗമാണ്. അവിടെ ഈ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കൃഷി നശിപ്പിച്ചതിന്റെ വാർത്ത ഉൾപ്പെടെ കൊടുക്കുകയും ചെയ്തതാണ്. വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ള പരാതി നാട്ടുകാർക്കുണ്ടായിരുന്നു. പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു. അതിന് പിന്നാലെയാണ് വനം വകുപ്പും പഞ്ചായത്തും സംയുക്തമായി നടത്തിയ ആ ചർച്ചയ്ക്കൊടുവിൽ കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ളൊരു നടപടിയിലേക്ക് പോയത്. എന്തായാലും ഇന്ന് രാവിലെ ഈ തുരത്തൽ നടപടി ആരംഭിച്ചിട്ടുണ്ട്. 3 ആനകളടങ്ങുന്ന കാട്ടാനക്കൂട്ടത്തെയും ഒരു ഒറ്റ കൊമ്പനെയും ഇപ്പോൾ എന്തായാലും വനം വകുപ്പ് സംഘം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 80 പേരടങ്ങുന്ന പ്രത്യേക ദൗത്യ സംഘമാണ് ആനകളെ തുരത്താൻ വേണ്ടിയുള്ളത്. 20 പേരടങ്ങുന്ന 4 ടീമുകളായി തിരിഞ്ഞായിരിക്കും ഈ കാട്ടാനകളെ തുരത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.